Idea 3G presents Kappa TV Shoot an Idea Contest Season 2, powered by Fiamma Devils. And I'm your host, Nandini, for the show. Mobile phones എങ്ങനെ ക്രിയേറ്റീവായി പോസിറ്റീവായി യൂസ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് ഷൂട്ട് ആൻ ഐഡിയ ഉണ്ടാകുന്നത്. കഴിഞ്ഞ സീസണിൽ മൊബൈൽ ഫോൺസ് മാത്രമാണെങ്കിൽ ഇപ്രാവശ്യം അതർ ക്യാമറാസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലവ്, സൊസൈറ്റി, സ്പീഡ് എന്നിങ്ങനെ 3 തീംസിൽ ഏറ്റവും എക്സ്പ്രസീവായി എടുത്ത ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ, സ്റ്റിൽ ഫോട്ടോഗ്രാഫ് കാറ്റഗറീസിലേക്കാണ് എൻട്രീസ് ക്ഷണിച്ചിരുന്നത്. ആയിരക്കണക്കിന് എൻട്രീസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വർക്ക്സ് ആണ് ഇവിടെ നമ്മൾ ഫീച്ചർ ചെയ്യാൻ പോകുന്നത്. Once again, welcome to Idea 3G presents Kappa TV Shoot an Idea Contest Season 2, powered by Fiamma Devils. Idea 3G presents Kappa TV Shoot an Idea Contest Season 2, powered by Fiamma Devils. Contestants-നെ വിഷ് ചെയ്യാനായിട്ട് എത്തുന്നു മലയാളത്തിലെയും തമിഴിലെയും പ്രമുഖ നടിയായ അമല പോൾ. കപ്പ ടിവിയുടെ ഷൂട്ട് ആൻഡ് ഐഡിയ കോൺടെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഷൂട്ട് ആൻഡ് ഐഡിയ കോൺടെസ്റ്റിലെ ജൂറി മെമ്പേഴ്സ് മലയാള സിനിമാ രംഗത്തെ 4 പ്രമുഖ വ്യക്തികളാണ്. ഇവരെ ഓരോരുത്തരെയും നമ്മൾ ഓരോരോ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരും. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ദി ഡേ ആൻഡ് ആർ ജൂറി മെമ്പർ രഞ്ജിത്ത് ശങ്കർ. പാസഞ്ചർ എന്ന ഫിലിമിലൂടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന് അതിനുശേഷം ഇപ്പോൾ റീസെന്റ് ആയിട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റായ വർഷം എന്ന ഫിലിം വരെ എത്തി നിൽക്കുന്നു രഞ്ജിത്ത് ശങ്കറിന്റെ ഫിലിം ജേർണി. നമസ്കാരം, ഞാൻ ഡയറക്ടർ രഞ്ജിത്ത് ശങ്കർ. കപ്പ ടി വി ഷൂട്ട് ആൻ ഐഡിയ കോൺടെസ്റ്റ് വോളിയം 2 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ്റെ ഒരു ട്രെമൻഡസ് സക്സസ് എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർഷവും 3 കാറ്റഗറിയിലാണ് കോമ്പറ്റീഷൻസ് ഉള്ളത്. ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ്. അതിൻ്റെ ഒരുപാട് എൻട്രീസ് നമ്മൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ജൂറി, അതിൻ്റെ സെലക്ഷൻ എക്സെട്ര പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ട് പുതിയ ഫിലിം മേക്കേഴ്സ്, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് മാതൃഭൂമിയും കപ്പ ടി വിയും കൂടി ഒരുക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ആക്റ്റീവായിട്ട് സിനിമയിൽ വന്നിരിക്കുന്ന, അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ്, എഡിറ്റേഴ്സ്, ഇവരെല്ലാവരും ഷോർട്ട് ഫിലിം മാധ്യമത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇതിൻ്റെ ഒരു ജൂറി മെമ്പറാണ് ഞാൻ. ഇതിൻ്റെ ഷോർട്ട് ഫിലിംസും മ്യൂസിക് വീഡിയോസും എല്ലാം ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്, ഒരുപാട് നല്ല ഫിലിംസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. മേ ദ ബെസ്റ്റ് പേഴ്സൺ വിൻ. ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ ആൻഡ് താങ്ക്സ് എ ലോട്ട് ടു കപ്പ ടി വി ഫോർ ദിസ് വണ്ടർഫുൾ ഇനിഷ്യേറ്റീവ്. ഒരു യൂഷ്വൽ മ്യൂസിക് വീഡിയോയ്ക്ക് എടുക്കുന്ന ഒരു തീമല്ല നെല്ലിക്കാതളം എന്ന മ്യൂസിക് വീഡിയോ യൂസ് ചെയ്തിരിക്കുന്നത്. കമ്മിങ് അപ്പ് our season's first music video entry. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്നത് നെല്ലിക്കാത്തളം എന്നുള്ളൊരു വീഡിയോ സോങ്ങാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പം കറണ്ടായിട്ടുള്ളൊരു കേരളത്തിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിനെയൊക്കെ ബേസ് ചെയ്ത് അങ്ങനെ അതാണ് ഞങ്ങളുടെ പ്രചോദനം. ഞങ്ങളുടെ സോഷ്യൽ വ്യൂസാണ് ഞങ്ങൾ ഈ സോങ്ങിലൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു കഥ ഞാൻ പറയാം, ഒരു ഗാനം പാടാം, വരിഞ്ഞുകെട്ടിയ മനസ്സിൻ പൂട്ടുകൾ പൊട്ടിച്ചെറിയാം. ഇതിൻ്റെ വരികളെല്ലാം എഴുതിയിരിക്കുന്നതും മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നതൊക്കെ ഷിബു സ്ട്രിങ്സ് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു Q8 എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ അമരക്കാരനാണ്. പുള്ളിയാണ് ശരിക്കും ഇതിന് തുടക്കം കുറിക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറയുകയും പിന്നെ ഞാനും പുള്ളിയായിട്ടിരുന്ന് കളക്റ്റീവായിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഇതിന് ഒരുപാട് സഹായിച്ചാണ് ഇത്രത്തോളം ഇതിലത് ഷൂട്ട് ചെയ്യാനും ഒക്കെ വന്നെത്തിയ സാഹചര്യം അതായിരുന്നു. ഒരു കഥ ഞാൻ പറയാം, ഒരു ഗാനം പാടാം, വരിഞ്ഞുകെട്ടിയ മനസ്സിൻ പൂട്ടുകൾ. ഒരിക്കൽ ഒരിടത്ത് രാജാവും കുറെ മന്ത്രിമാരും നാട് ഭരിച്ച കാലം. ഒരു മന്ത്രി പരാക്രമി, ഒരു മന്ത്രിയോ തമാശക്കാരൻ, ഒരു മന്ത്രി അഹങ്കാരി, ഒരാൾ മണ്ടനൻ. ദാരിദ്ര്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. ഗതികേടിൻ കാലം, ഇത് ഗതികെട്ടൊരു കാലം, വഴിമുട്ടിയ കാലം, കളികാലം.
ഗതികേടിൻ കാലം ഇത് ഗതികെട്ടൊരു കാലം വഴിമുട്ടിയ കാലം കലികാലം നോക്കുകുത്തികളായി കോലം കെട്ടിയോരായി നമ്മൾ കോമാളികളായി നോക്കി നിൽക്കും കാലം നോക്കുകുത്തികളായി കോലം കെട്ടിയോരായി നമ്മൾ കോമാളികളായി നോക്കി നിൽക്കും കാലം പ്രജകൾ ഉണർന്നു ചിന്തിച്ചു അവർ കൊട്ടാരം വൈദ്യന്റെ തുണ തേടി വൈദ്യൻ രാജാവിനും മന്ത്രിമാർക്കും നെല്ലിക്കത്തളം ചികിത്സ വിധിച്ചു വിധി രാജാവും മന്ത്രിമാരും സുഖ ചികിത്സയായി എടുത്തു with our very first short film entry of the season. ഇപ്പോഴൊക്കെ ഒരു പുതിയ ആളെ പരിചയപ്പെട്ടാൽ ഫേസ്ബുക്കിലുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, വാട്സാപ്പ് നമ്പർ എന്താ എന്നാണ് ചോദിക്കുന്നത്. പലപ്പോഴും ഈ വാട്സാപ്പിലുള്ള അപ്പുറത്തെ സൈഡിലുള്ള ആളെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വാട്സാപ്പിലെ പ്രണയലേഖനങ്ങളും ഒട്ടും കുറവല്ല. ഈ ഒരു തീം വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് our first entry for this season. ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും പലരുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പുറത്ത് ആരാണ് ഇരിക്കുന്നത് പോലും നമുക്കറിയില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറിയാണ്. ഇതിലെ ക്യാരക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ ലവേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ പലർക്കും നടന്നിട്ടും ഉണ്ടാവും. ബെസ്റ്റ് ഫ്രണ്ട്സ് പലപ്പോഴും പാരയായിട്ട് മാറാറുണ്ട്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ഫിലിം ഉള്ളത്.